ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിൽ ഏവർക്കും സ്വാഗതം. ഞാനൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ട്രിപ്പാണ് പോകുന്നത്. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന്. ഞാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ബാങ്കോക്കാണ്, തായ്ലാൻഡ്. ഇപ്പം നിൽക്കുന്ന എയർപോർട്ട് ഏതെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരുള്ള കെമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1-ലാണ്. ഇതൊരു 10 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ പോകുന്ന മെയിൻ ഡെസ്റ്റിനേഷൻസ് ബാങ്കോക്കും പട്ടായയും ആയിരിക്കും. അവിടുത്തെ നല്ല കിട്ടില്ലം കാഴ്ചകളും നമ്മളവിടെ ടൈഗർ പാർക്കും അങ്ങനെ എല്ലാം വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടേക്കായിരിക്കും പോകുന്നത്. നല്ലൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ എക്സ്പെൻസും പിന്നെ നിങ്ങളിപ്പോൾ തായ്ലാൻഡ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ടായിരിക്കും പറയുന്നത്. നമ്മൾ ചെക്കിനും സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ടൈം വരുന്നത് 11:25 ആണ്. ഇപ്പോൾ ഏകദേശം 8:50 ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ടൈമുണ്ട്. ഇവിടെ എന്തായാലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിൽക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇവിടുത്തെ ഈ കെമ്പഗൗഡ നമ്മുടെ ബാംഗ്ലൂർ ടെർമിനൽ 1-ലുള്ള എയർപോർട്ടിൻ്റെ ആ ഒരു കാഴ്ചകളിലോട്ട് പോവാം. ഇതാണ് കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചെക്കിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ വെങ്കർ എന്ന് പറയുന്നൊരു ബാഗിൻ്റെ ബ്രാൻഡുണ്ട്. പിന്നെ അവിടെ ഒത്തിരി പ്രീമിയം ബ്രാൻഡ്സാണ് ഉള്ളത്. ഇത് ഹെൽവറ്റിക്ക, പിന്നെ മോൺബ്ലാങ്കിൻ്റെയൊക്കെ ഒരു ഷോറൂമുണ്ട്. പിന്നെ ലിക്കർ ഷോപ്പുണ്ട്, ഡ്യൂട്ടി ഫ്രീയുടെ തന്നെ. അങ്ങനെ ഒത്തിരി ഷോപ്സുകളുണ്ട്. വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഹൂബ്ലോയുടെ ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന ഷോറൂമുണ്ട്. ഓക്കെ, നമ്മുടെ ഗേറ്റ് 35 ആണ്. ആ കാണുന്ന ഗേറ്റാണ് നമുക്ക്. അടുത്ത് തന്നെയാണ്. നമുക്കിനി മൊബൈലൊന്ന് ചാർജ് ചെയ്യണം. ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ബംഗളൂരു എന്നൊക്കെ എഴുതി കുറച്ച് കപ്പുകളുണ്ട്. ഇത് സ്റ്റാർബക്സിൻ്റെയാണ് കേട്ടോ. നല്ല രസമില്ലേ? സ്റ്റാർബക്സിൻ്റെയാണ്. അവിടെ ഡൽഹി. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്കൊരു ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ HDFCയുടെ വിസയും മാസ്റ്റർ കാർഡുമാണ് എടുത്തത്. നമുക്ക് 2 രൂപയ്ക്ക് ബുഫേയൊക്കെ കഴിക്കാം. ഇപ്പോൾ ഞാൻ ആ ലോഞ്ചിൻ്റെ അകത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ആണ് ഇവിടുത്തെ നമ്മുടെ ഈ ലോഞ്ചിലെ ഫുഡ് ഐറ്റംസ്. ഫ്രൂട്ട്സ്, പിന്നെ വെജ് സലാഡ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ നൂഡിൽസ്. ഇത് എന്താ ഒരു സംഭവം. ഇത് വീറ്റ് പൊറോട്ട, പിന്നെ പനീർ, ദാൽ ചാവൽ, നമുക്ക് ഫിഷുണ്ട്. ഇവിടെ പുഡിങ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് ചിക്കൻ്റെ എന്തോ ഐറ്റമാണ്. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, കോഫി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ആ ഒരു സൈഡിൽ ലിക്കറുണ്ട്, ഇപ്പുറത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ലോഞ്ചാണ്. ഫ്രണ്ട്സ്, ഞാൻ ഇതൊക്കെയാണ് എടുത്ത നൂഡിൽസ്, പൈനാപ്പിൾ, പിന്നെ ലെറ്റ്യൂസ്, പിന്നെ ഒരു സലാഡ്, പിന്നെ ഇത് ബനാന സ്മൂത്തി. വേറെ ഐറ്റംസ് ഉണ്ട്. ഇത് കഴിച്ചിട്ട് വേണം പോയി എടുക്കാൻ. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത സെറ്റ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. വീറ്റ് പൊറോട്ട, റൈസ്, പിന്നെ ഫിഷ് ഐറ്റം, പിന്നെ ഒരു ചിക്കൻ കറി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട്, തായ്ലാൻഡ്. നമ്മൾ ഏകദേശം ഒരു മോർണിംഗ് ഒരു 5:30 ആയപ്പോഴാണ് ബാങ്കോക്കിൽ വന്നത്. ഇപ്പം ഇമിഗ്രേഷനും നമ്മുടെ വിസയും ഓണറൈവൽ വിസയായിരുന്നു. ഏകദേശം 2200 ബാത്താണ് വരുന്നത്. നിങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിടന്ന് തന്നെ നേരെ പോയി ഫോം എടുക്കണം. ഫോം അവിടെ സൈഡിൽ തന്നെ കാണും കുറച്ച് ദൂരം നടക്കുമ്പോൾ.
അവിടുന്ന് ഫോം ഫില്ല് ചെയ്ത് ഫോട്ടോയും ഡീറ്റെയിലും ഞാൻ ഈ കാണിക്കുന്ന ഡീറ്റെയിൽസിലുള്ള സാധനങ്ങളാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ തായ് കറൻസി എല്ലാവരും വെച്ചിരിക്കണം. ഏകദേശം 2200 ബാത്താണ് നമ്മളവിടെ വിസയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല റഷ് ഉണ്ടായിരിക്കും. പല രാജ്യത്തു നിന്നും വരുന്നതാണ്. സോ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏകദേശം ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് അകത്ത് ഫോം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. 10 മിനിറ്റിനകത്ത് നമുക്ക് വിസ കിട്ടും. വിസ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇമിഗ്രേഷന് പോകാം. ഇമിഗ്രേഷനിൽ ഒരു 5 മിനിറ്റ് ടൈമേ എടുക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് വന്ന് ലഗേജ് എടുക്കാം. ലഗേജ് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്, അതായത് ചെക്ക് ഇൻ ലഗേജ്. നമ്മളിപ്പോൾ കയ്യിൽ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന ലഗേജ് നമുക്ക് അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരാമെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, നമ്മളിനി പോകുന്നത് പട്ടായയാണ്. സോ നമ്മൾ ഇവിടുന്ന് ഒരു ക്യാബ് എടുത്തിട്ടാണ് പോകുന്നത്. ഗ്രാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. നമ്മുടെ നാട്ടിൽ ഊബറും ഓലയും പോലെ തന്നെ നമുക്ക് തായ്ലൻഡിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഗ്രാബ്. സോ അതെടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഏകദേശം 1500 ബാത്താണ് വരുന്നത് നമുക്കിവിടെ, അതായത് ബാങ്കോക്കിൽ നിന്ന് പട്ടായ വരെ പോകാൻ. ഏകദേശം 101 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവിടെ ഒരു അമ്പലം കാണാം. അടുത്ത അമ്പലം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും. ഇവിടെയാണ് നമ്മളെ ടാക്സികളൊക്കെ വരുന്നത്. നമ്മുടെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു എക്സിറ്റ് വഴിയാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ഇത് എക്സിറ്റ് നമ്പർ 2 ആണ്. സോ ഈ എയർപോർട്ട് എന്ന് വെച്ചാൽ ഡോങ് മോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ടെർമിനൽ 1 ആണ്. Too long, girl, I've been craving, 'cause it's with you where I belong. I don't know what. A few moments later. സോ ഫ്രണ്ട്സ്, നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ട്രാവൽ ചെയ്ത് പട്ടായ വന്നിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറാണ് ട്രാവൽ ടൈം എടുത്തത്. നമ്മളൊരു ക്യാബ് പിടിച്ചാണ് വന്നത്, ഗ്രാബ് വഴി. സോ നമ്മൾ നൈസായിരുന്നു, ട്രാവൽ നൈസായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഡ്രൈവേഴ്സൊക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു. സോ ഇവിടെ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്. പുള്ളിക്കാരി കണ്ടപ്പോൾ തന്നെ കൈയിട്ട് തൊഴുത്. ഓക്കെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകളും പീപ്പിൾസുമാണ് ഇവിടെ ഉള്ളത്. വേറെ സീനൊന്നുമില്ല. ഞാനപ്പോൾ ഇപ്പം ആ ഒരു ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഹോട്ടലിൻ്റെ പേര് അക്കോർ ഹോട്ടൽ എന്നാണ്. ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ്, നല്ല റൂമൊക്കെയാണ്. റൂംസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തെ ഭംഗി എന്താണെന്ന് നമുക്ക് കാണാം. ഈ ഒരു ഹോട്ടലിൽ തന്നെ തൊട്ടപ്പുറത്ത് നമുക്കൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അതിപ്പം ഓപ്പൺ ആയിട്ടില്ല. നൈറ്റ് മാർക്കറ്റാണ്. ഒബ്വിയസ്ലി 6 മണി കഴിയുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ. സോ നമുക്ക് അത് ഓപ്പൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഹോട്ടാണ്. ഒരു രക്ഷയില്ല. ഞാൻ അതുകൊണ്ട് ഈ സ്ലീവൊക്കെ ഇട്ടേക്കുവാണ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇപ്പം. നൈറ്റ് മിക്കവാറും തണുപ്പ് കാണുമായിരിക്കും. ബീച്ച് സൈഡാണ് നമ്മുടെ പട്ടായ ബീച്ച്. ഇതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നൈറ്റ് ടൈം ചിലപ്പോൾ നല്ല തണുപ്പാവാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്, വേറെ കൺട്രി. ഇന്ത്യൻസ് കുറവാണ് എങ്കിലും ഉണ്ട്. ഓക്കെ, നമ്മൾ ഈസ്റ്റ് വിങ് ബിൽഡിങ്ങിലാണ് ഹോട്ടലിൻ്റെ. നല്ല വെയിലുണ്ട്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. സൺഗ്ലാസ് വയ്ക്കണം. സൺഗ്ലാസ് ബാഗിൽ തന്നെ ഉണ്ട്. ഈ ഗ്ലാസ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഭയങ്കര വലിയ ഹോട്ടലാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ബിൽഡിങ് മാത്രമേ ഈ സൈഡിലുള്ളൂ, ബാക്കിയെല്ലാം അപ്പുറ സൈഡിലാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഹോട്ടലിന് പുറമെ കാണിച്ചത് ഈ കാണുന്നതാണ്. ഇത് ഫുൾ അവരുടേതാണ്. അങ്ങറ്റം വരെ ഉണ്ട്. നല്ല ഹോട്ടലാണ്. സോ ഇതാണ് ഹോട്ടൽ. അക്വ ഹോട്ടൽ എന്നാണ് പേര്. മിക്ക റൂംസിനും ബാൽക്കണി ഉണ്ട്, അതാണ് പ്രത്യേകത. പിന്നെ ഇപ്പുറത്ത് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വേറൊരു ഹോട്ടലുണ്ട് ആ കാണുന്നത്. അത് നല്ല ഹൈറ്റിലുള്ള ഹോട്ടലാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്യാബ് സർവീസ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു മസാജ് പാർലർ കാണാം. മസാജ് പാർലർ ഇവിടെ പിന്നെ സ്ഥിരമാണല്ലോ. ഇവിടുത്തെ ടാക്സിയുടെ കളർ ഇങ്ങനെയാണ്, ബ്ലൂവും യെല്ലോയും അല്ലെങ്കിൽ ഗ്രീനും യെല്ലോ ഒക്കെയാണ്. പിന്നെ ഇവിടെ എല്ലാവരും വണ്ടിപ്രാന്തന്മാരാണ്. വെറൈറ്റി സ്കൂട്ടറുകളും കാറുകളൊക്കെയാണ് ഉള്ളത്. രക്ഷയില്ലാത്ത സംഭവമാണ്.
ഇവിടെ എല്ലാം മസാജ് പാർലറുകളും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. സോ ഇതൊരു സ്ട്രീറ്റാണ്. ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു വേണം നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ. പണ്ടൊക്കെ ഈ പട്ടായ, തായ്ലാൻഡ് എന്നൊക്കെ ആൾക്കാർക്ക് എന്തോ പോലെയൊക്കെ ആയിരുന്നു. ബിക്കോസ് ഇവിടെ സെക്സ് ടൂറിസം ഉണ്ട്, അത് ലീഗലാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സോ അതുകൊണ്ട് പണ്ടുള്ളവർക്ക് തായ്ലാൻഡ് എന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെയൊക്കെ ആയിരുന്നു. ഇപ്പം പക്ഷേ അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം പണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 90% സെക്സ് ടൂറിസം ആയിരുന്നു. ഇപ്പോൾ ഒരു 10% സെക്സ് ടൂറിസമുള്ളൂ. ഇപ്പോൾ ഈ കൺട്രി പോകുന്നത് തന്നെ ടൂറിസത്തിലാണ്, സെക്സ് ടൂറിസം അല്ല, ടൂറിസത്തിൽ. ഇവിടെ തന്നെ ഒത്തിരി പാർക്കുകളും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം മെയിൻലി ഒരു ടൂറിസം ലെവലിലാണ് ഈ ഒരു കൺട്രി പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിലും വേറെ കൺട്രീസിലുള്ളവരാണെങ്കിലും ഒരു ട്രിപ്പെന്ന് പറയുമ്പോൾ അവർ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൽ മെയിൻലി എടുക്കുന്നത് ഈ ഒരു കൺട്രിയാണ്, തായ്ലാൻഡ് എന്ന് പറയുന്ന കൺട്രിയാണ്. കാരണം നമുക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിൽ അഫോർഡബിളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ കോസ്റ്റ് എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞുതരാം. ഞാൻ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തപ്പം എനിക്ക് 2 സൈഡ് ഏകദേശം ഒരു 22 അടുപ്പിച്ചാണ് വന്നത്, 2 സൈഡ്. പിന്നെ ഹോട്ടൽസ് ആണെങ്കിൽ പോലും നമ്മൾ എടുത്തിരിക്കുന്ന ഹോട്ടൽസ് എല്ലാം 4 സ്റ്റാർ ഹോട്ടൽസാണ്. സോ ഏകദേശം ഞാനും എൻ്റെ ബ്രദറും സിസ്റ്ററും കൂടെ ആയിട്ടാണ് വന്നത്. സോ നമുക്ക് ഏകദേശം എത്ര രൂപ കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ 3 പേർക്കും കൂടെ ഏകദേശം ഒരു 20K അടുപ്പിച്ചാണ് ഓരോ ഹോട്ടൽസിൻ്റെ ഏകദേശം 5 ഡേയ്സ് വെച്ചുള്ള ബുക്കിംഗ് വരുന്നത്. അതായത് ടോട്ടൽ 10 ഡേയ്സാണ്. ഒരു 5 ഡേയ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 20K ആണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്. എന്തൊക്കെയാണോ എന്തോ. चिकन कितना, हाउ मच? 60 बात. ये क्या है? व्हाट इज दिस? चिकन, pork, chicken, एक goat, pork, pig. ये 2 पीस. നമ്മളപ്പോൾ ഒരു ബാർബിക്യൂ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലൈവ് ബാർബിക്യൂ ആണ് ഗൈസ്. പിന്നെ ഈ കാണുന്നത് ഇതാണ് പോർക്കാണ്. പോർക്കിൻ്റെ റിബ്സും സംഭവങ്ങളൊക്കെയാണ്. ഇത് അതിൻ്റെ ഫാറ്റും സംഭവങ്ങളാണ്. ഇതെന്തുവാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ, ഇൻഡസ്ട്രീന് വല്ലതും ആയിരിക്കും. ഇത് ബീഫോ മട്ടണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. നമുക്കറിയാവുന്ന ചിക്കനാണല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ എടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തരും. നല്ല പാക്കിങ്ങൊക്കെയാണ്. ഇവിടെ ഒരു കാറ് കണ്ടു. ഇത്രയും ചേർന്നായിട്ട് പുള്ളി ഹോണൊന്നും അടിച്ചില്ല. ആരും അങ്ങനെ ഹോൺ അടിക്കണം ഞാൻ കേട്ടിട്ടുമില്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ പുള്ളി ഈ വണ്ടിയിലാണ് ഈ വെൽഡിങ്ങൊക്കെ ചെയ്ത് ഈ ഒരു ഷോപ്പ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ എമ്മീഡിയായി മോഡിഫിക്കേഷനായി ഒരു ബഹളം തന്നെ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ട് നടക്കാം. ഇവിടെയൊക്കെ ബിയർ പാർലറുകളാണ്. ഓ മൈ ഗോഡ്, ഒരു ഡുക്കാറ്റി ഇരിക്കുന്നത്. ഇത് വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയാണ്. ഒരു ഡുക്കാറ്റി ഇവിടെ ഇരിപ്പുണ്ട്. പഴയ മോഡലാണ്, മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നു. അതെ, പഴയ മോഡലാണ് മോൺസ്റ്റർ. ഇതിവിടെ റെൻറ്റിന് കൊടുക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം GPS ഡിവൈസൊക്കെ ഇരിക്കുന്നു. You can watch me go, 'cause I don't need you to like me, don't need you to like me.